Meet the editors. വെള്ളാപ്പള്ളിയെ വെളുപ്പിച്ചതോ എന്നാണ് ചോദ്യം. ഞാൻ പി ആർ സുനിലേക്ക് ആദ്യം. സുനിൽ, ഇപ്പോൾ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ റിപ്പോർട്ടാണ്, നമ്മുടെ സ്റ്റോറിയാണ്, അനിൽ ഇമ്മാനുവലിൻ്റെ സ്റ്റോറി. അതിൽ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രതീക്ഷിക്കാമെന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ 10 വർഷക്കാലം വെള്ളാപ്പള്ളിക്ക് കിട്ടിയ പരിഗണന അതൊരു പ്രത്യേക കാലഘട്ടമാണെന്ന് കരുതേണ്ടി വരും. വെളുപ്പിച്ചതാണോ? വെള്ളാപ്പള്ളിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് വി എസ് അച്യുതാനന്ദനെ മറക്കാൻ കഴിയില്ല. വി എസ് അച്യുതാനന്ദനാണ് വെള്ളാപ്പള്ളിക്കെതിരെ ഏറ്റവും വലിയ പോരാട്ടം നടത്തിയിട്ടുള്ളത്. വെള്ളാപ്പള്ളിയെ വി എസ് അച്യുതാനന്ദൻ വിശേഷിപ്പിച്ചത് ഷൈലോക്ക് എന്നാണ്. ഷേക്സ്പിയറിൻ്റെ നാടകത്തിൽ ഏറ്റവും ക്രൂരനായ കഥാപാത്രമാണ് ഷൈലോക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു കൊള്ളപ്പലിശക്കാരനായിരുന്നു, ക്രൂരനായിരുന്നു. പലിശയ്ക്ക് പണം കൊടുത്ത ശേഷം ആ പണം കിട്ടിയില്ലെങ്കിൽ ആ പണം വാങ്ങിയത് ആരാണോ അവരുടെ ശരീരത്തിലെ മാംസം മറുത്തു തരണം എന്നാവശ്യപ്പെട്ട ഏറ്റവും ക്രൂരനായ ഷൈലോക്ക്. ആ ഷൈലോക്ക് കണിച്ചിക്കുളങ്ങരയിലെത്തി വെള്ളാപ്പള്ളിയെ വണങ്ങി എന്നാണ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത്. ആ നിലയിൽ വെള്ളാപ്പള്ളിക്കെതിരെ വലിയ പോരാട്ടം നടത്തിയ നേതാവാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നത്. 2003 മുതൽ 2015 വരെയാണ് മൈക്രോ ഫൈനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വലിയ പണമൊഴുക്കും പണവിതരണവും ഒക്കെ തന്നെ നടന്നത്. ആരാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്? നമുക്കറിയാലോ വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെയാണ് വരുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ കുടുംബം വലിയ സമ്പന്ന കുടുംബമായിരുന്നു. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ആ കുടുംബത്തിൽ ജനിച്ച് ഒരു റെയിൽവേ കോൺട്രാക്ടറായി, സാമ്പത്തികമായി റെയിൽവേ കോൺട്രാക്ടറായി മാറുന്നു, വലിയ സമ്പന്നനായി മാറുന്നു, അദ്ദേഹം അബ്കാരിയായി മാറുന്നു. ആ കാലഘട്ടത്തിലാണ് SNDP യോഗം എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി വരുന്നത്. അപ്പോൾ അതിൻ്റെ സംരക്ഷകനായി വരികയാണ് വെള്ളാപ്പള്ളി നടേശൻ. സംരക്ഷകനായി വന്ന ശേഷം വെള്ളാപ്പള്ളി നടേശൻ പിന്നീട് SNDP യോഗം തന്നെ പിടിച്ചെടുക്കുന്നു. SN ട്രസ്റ്റ് എന്നൊരു സംവിധാനം ഉണ്ടാകുന്നു, അത് മുഴുവൻ പിടിച്ചെടുക്കുന്നു. അങ്ങനെ ഇതെല്ലാം വെള്ളാപ്പള്ളി നടേശൻ്റെ കുടുംബ സ്വത്തായി മാറുകയാണ് 30 വർഷക്കാലം. അതിനിടയിലാണ് 2003 കാലഘട്ടത്തിൽ ഈ മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് ആരംഭിക്കുന്നത്. സർക്കാരിൻ്റെ പിന്നാക്ക ക്ഷേമ ബോർഡിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് പണം വായ്പയെടുക്കുകയും ആ പണം SNDPയിലെ സ്ത്രീകൾക്ക് ഏതാണ്ട് 2% പലിശയ്ക്ക് സർക്കാരിൽ നിന്ന് വാങ്ങുന്ന ഈ പണം 12%, 15% പലിശയ്ക്ക് സ്ത്രീകൾക്ക് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൂടെ വലിയ സാമ്പത്തിക തട്ടിപ്പാണ് നടന്നത്. ആദ്യം AK ആന്റണി സർക്കാരിൻ്റെ കാലത്താണ് ഇതിൻ്റെ പ്രവർത്തനം വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങുന്നത്. ഏതാണ്ട് 2003-2004 കാലഘട്ടത്തിൽ. 2004 വരെയാണ് AK ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നത്. അതിനുശേഷം 2 വർഷക്കാലം ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നത്. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ ശേഷം ഈ മൈക്രോ ഫൈനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക അന്വേഷണം, അന്ന് പരാതികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും വി എസ് അച്യുതാനന്ദൻ അന്ന് വിജിലൻസിനോട് ആവശ്യപ്പെട്ട ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ആ വിഷയത്തിൽ കാര്യമായ പരാതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അന്ന് സർക്കാരിന് എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. 2014-15 കാലഘട്ടത്തിലാണ് ഈ മൈക്രോ ഫൈനാൻസുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ ഉയർന്നു വരുന്നത്. 2015 ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ ഈ 2015 ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തുവെങ്കിൽ പോലും അതിനുശേഷം ഒരു നടപടിയും വെള്ളാപ്പള്ളി നടേശനെതിരെ ഉണ്ടായില്ല എന്നാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സർക്കാർ വെള്ളാപ്പള്ളി നടേശൻ്റെ വെള്ളാപ്പള്ളി നടേശൻ കൈയടക്കി വെച്ച SNDPക്ക് നൽകിയത് 15.58 കോടി രൂപയാണെങ്കിൽ ആ പണം ഇരട്ടിപ്പിച്ച് കൊള്ളപ്പലിശയ്ക്ക് പണം നൽകി ഇരട്ടിപ്പിച്ച് ഏതാണ്ട് 1600 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പറയുന്നത്. മുൻ DGP ആയിരുന്ന TP സെൻകുമാറാണ് ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നേരത്തെ നടത്തിയിട്ടുള്ളത്. അതായത് ഇത് ചില്ലറ കളിയല്ല, ഇത് ഏതാണ്ട് 1000 കോടി രൂപ, 1600 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നു എന്ന് TP സെൻകുമാർ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കോടിക്കണക്കിന് രൂപ വെള്ളാപ്പള്ളി നടേശൻ ഇതിൽ കൈക്കലാക്കിയിട്ടുണ്ട്, സ്വന്തം പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല SN ട്രസ്റ്റുമായി ബന്ധപ്പെട്ടും ഏതാണ്ട് 600 കോടി രൂപ വെള്ളാപ്പള്ളി നടേശൻ സ്വന്തം അക്കൗണ്ടിലേക്ക്, സ്വന്തം കുടുംബത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് TP സെൻകുമാർ ആരോപിച്ചിട്ടുണ്ട്. ഈ നിലയിൽ വലിയ ആരോപണങ്ങളും വലിയ ആക്ഷേപങ്ങളും വെള്ളാപ്പള്ളി നടേശനെതിരെ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. 10-15 വർഷമായി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെതിരെ ചെറുവിരൽ അനക്കാൻ ആരും തയ്യാറായില്ല എന്നുള്ളതാണ്. വി എസ് അച്യുതാനന്ദൻ കോടതിയിൽ പോയി വെള്ളാപ്പള്ളി നടേശനെതിരെ കോടതിയിൽ പോയി വി എസ് അച്യുതാനന്ദൻ ഫൈറ്റ് ചെയ്യുകയും അങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കാനുള്ള നീക്കമെങ്കിലും ഉണ്ടാകുന്നത്. അവസാന നിമിഷം വരെ VS വെള്ളാപ്പള്ളി നടേശനെതിരെ പൊരുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഷൈലോക്കിൻ്റെ പേര് വെള്ളാപ്പള്ളി നടേശനെതിരെ VS അച്യുതാനന്ദൻ പരാമർശിച്ചത്. നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ ഈ SNDP യോഗത്തിൻ്റെ
ജനറൽ സെക്രട്ടറി ആയ ശേഷം ഇതിൻ്റെ സകല സ്വത്തുക്കളും കൈയടക്കുകയാണ്. പിന്നീട് ഈ എസ് എൻ ട്രസ്റ്റിന് കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വെള്ളാപ്പള്ളി നടേശൻ്റെ നിയന്ത്രണത്തിലല്ലാതെ പോയിട്ടില്ല എന്നുള്ളതാണ്. അവിടുത്തെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങളുണ്ട്. അവിടുത്തെ കോളേജുകളിലായിക്കോട്ടെ, അവിടുത്തെ സ്കൂളുകളിലായിക്കോട്ടെ, ഈ SNDP ട്രസ്റ്റിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പലരും ആ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ അതാണ് നേരത്തെ TP സെൻകുമാറിൻ്റെ പേര് പറഞ്ഞത്. അതുപോലെ തന്നെ G സുധാകരൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. വലിയ കോഴയാണ്, വലിയ തട്ടിപ്പാണ് നടക്കുന്നതെന്ന് G സുധാകരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴും ആ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം ആ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. മുൻകാലം മുതൽ ഒരുപാട് കാലമായിട്ടുള്ള ആവശ്യമാണ് ഈ സംസ്ഥാനത്തെ അൺഎയ്ഡഡ് കോളേജുകൾ, സർക്കാർ ശമ്പളം നൽകുന്ന കോളേജുകൾ, ആ കോളേജുകളിലെ നിയമനം PSCക്ക് വിടണം എന്നുള്ളത്. ഒരു സർക്കാരും അക്കാര്യത്തിൽ നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ 10 വർഷക്കാലവും, അത് പിണറായി വിജയൻ്റെ കാലത്തുള്ള ഈ സർക്കാരിൻ്റെ കാലത്തും വെള്ളാപ്പള്ളി നടേശനെതിരെ ചെറുവിരലനക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശന് എല്ലാ സ്വാതന്ത്ര്യവും നൽകി എന്നുള്ളതാണ്. എത്ര കേസുകളാണ് അത് ഈ മൈക്രോ ഫൈനാൻസുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, മറ്റു വിഷയങ്ങളിലായിക്കോട്ടെ, കോടതിയിൽ പോകേണ്ടി വന്നു. ഈ വിഷയത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ കോടതിയിൽ പോകേണ്ടി വന്നു. ഈ 2020 ജൂലൈ 24 ഈ KK മഹേശൻ എന്ന് പറയുന്ന മൈക്രോ ഫൈനാൻസ് കോർഡിനേറ്റർ ആയിരുന്ന KK മഹേശൻ ആത്മഹത്യ ചെയ്യുന്നത്. അത് കണിച്ചിക്കുളങ്ങരയിലെ യൂണിയൻ ഓഫീസിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ഉണ്ടായിരുന്നത്. അന്ന് പോലീസ് രജിസ്റ്റർ ചെയ്തൊരു അസ്വാഭാവിക മരണം എന്നുള്ളതാണ്. പിന്നീട് ആലപ്പുഴ കോടതിയിൽ ഈ KK മഹേശൻ്റെ കുടുംബം ആലപ്പുഴ കോടതിയെ സമീപിച്ചു. കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ല. പിന്നീട് കേരള ഹൈക്കോടതിയിൽ പോയി. കേരള ഹൈക്കോടതിയാണ് അന്ന് അതിനിശിതമായ വിമർശനത്തോടു കൂടി ഈ കേസിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും അന്ന് സർക്കാരിനോട് ശക്തമായ നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ അന്ന് കണിച്ചിക്കുളങ്ങര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത് എന്നുള്ളതാണ്. ആ നിലയിൽ വെള്ളാപ്പള്ളി നടേശന് രാഷ്ട്രീയ സംരക്ഷണം കിട്ടി എന്നുള്ളതാണ്. നമുക്ക് എത്രത്തോളം തന്ത്രശാലിയാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ വലിയ ആരോപണത്തിൻ്റെ നിഴലിലാണ്. അത് മൈക്രോ ഫൈനാൻസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ആ തട്ടിപ്പിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, SN ട്രസ്റ്റിന് കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ, വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ മകനെ കൊണ്ട് BDJS എന്നൊരു പാർട്ടി ഉണ്ടാക്കുകയാണ്. BDJS എന്നൊരു പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടി BJPയുമായി സഖ്യത്തിലാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് യാതൊരു അന്വേഷണവും വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലേക്ക് കയറില്ല, വെള്ളാപ്പള്ളി നടേശൻ്റെ സ്ഥാപനങ്ങളിലേക്ക് കയറില്ല. വെള്ളാപ്പള്ളി നടേശനെ തേടി ഒരു EDയും വരില്ല, ഒരു CBIയും വരില്ല. അങ്ങനെ BDJSനെ കൊണ്ട് BJPയുമായി സഹകരണം ഉണ്ടാക്കി അതിനെ തടഞ്ഞു. കേരളത്തിൽ ഏത് സർക്കാരാണോ ഭരിക്കുന്നത് ആ സർക്കാരിനൊപ്പം തന്ത്രപരമായി നിലപാട് സ്വീകരിച്ച് ഒപ്പം കൂടുക. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ പിണറായിയാണ് ഭരിച്ചത്. അതുകൊണ്ട് പിണറായിക്ക് വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ തുടരെ പറഞ്ഞു. ഈ CPMൻ്റെ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ചിട്ടുള്ള സംഘടനാ റിപ്പോർട്ടിലും രാഷ്ട്രീയ പ്രമേയത്തിലുമൊക്കെ തന്നെ SNDPയെ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. SNDP യോഗത്തിൻ്റെ നേതൃത്വം കേരളത്തിൽ പ്രവർത്തിക്കുന്നത് BJPക്ക് വേണ്ടിയാണ് എന്ന് പാർട്ടിയുടെ സംഘടനാ റിപ്പോർട്ടിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതിൻ്റെ നേതൃത്വം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും LDF സർക്കാർ കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശന് സംരക്ഷണം കിട്ടിയെന്നുള്ളതാണ്. കേരളത്തിലെ ജനങ്ങൾ അതിനുള്ള ശക്തമായി തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDFന് നൽകിയതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അക്കാര്യത്തിൽ എനിക്ക് വലിയ സംശയമില്ല. അപ്പം ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി അറിയാം എന്താണ് സംഭവിച്ചതെന്ന്. പക്ഷേ രാഷ്ട്രീയ സംരക്ഷണം വെള്ളാപ്പള്ളി നടേശന് എല്ലാ കാലത്തും കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 10, 20, 25 വർഷത്തിനിടയിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ പൊരുതിയത് VS അച്യുതാനന്ദൻ മാത്രമാണ്. ഇപ്പോൾ VM സുധീരൻ ഈ വിഷയത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശനൊരു പരാതി നൽകിയിരിക്കുന്നു, ഒരു നിവേദനം നൽകിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു അന്വേഷണ സംഘം വരും എന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും പ്രതീക്ഷ മാത്രമാണ്. പക്ഷേ ശക്തമായ അന്വേഷണം നടക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ തന്ത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ തട്ടിപ്പുകൾ, രാഷ്ട്രീയക്കാരെ സ്വാധീനിക്കാനുള്ള നീക്കങ്ങൾ, ഈ VM സുധീരനെ പരാജയപ്പെടുത്താൻ വേണ്ടി ആലപ്പുഴയിൽ 2004 ലോക്സഭയിലേക്ക് VM സുധീരൻ മത്സരിച്ചപ്പോൾ VM സുധീരനെ പരാജയപ്പെടുത്താൻ വേണ്ടി, കാരണം VS സുധീരൻ വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള പോരാളിയായിരുന്നു VSനെ പോലെ. അപ്പോൾ VM സുധീരനെ പരാജയപ്പെടുത്താൻ വേണ്ടി 2004 അന്ന് 200 പേരെയാണ് വെള്ളാപ്പള്ളി നടേശൻ റിക്രൂട്ട് ചെയ്തത്. അന്ന് ഇൻ്റർവ്യൂ നടത്തി 200 പേരെ റിക്രൂട്ട് ചെയ്ത് ആലപ്പുഴയിലെ എല്ലാ വോട്ടർമാരുടെയും എല്ലാ വീടുകളിലേക്കും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞയച്ചു എന്നാണ് ആരോപണം, വോട്ട് മറിക്കാനായി. അങ്ങനെയാണ് VM സുധീരൻ ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത്. അന്ന് മനോജാണ് സാധാരണ വെള്ളാപ്പള്ളി നടേശൻ ആരെങ്കിലും തോൽപ്പിക്കാൻ തീരുമാനിച്ചാൽ അവർക്ക് ഭൂരിപക്ഷം കൂടുതലാണ് കിട്ടില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് മറ്റേ KC വേണുഗോപാലിന്റെ കാര്യത്തിലും
അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ അന്ന് അത്തരം നീക്കങ്ങൾ വരെ വെള്ളാപ്പള്ളി നടേശൻ 2000 കാലഘട്ടത്തിൽ വലിയ പവർഫുൾ ആയിരുന്നു. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് പവർഫുൾ ആയിരുന്നു. നോക്കൂ, 30 വർഷം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി ഇരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. 28 ലക്ഷം 30 ലക്ഷത്തോളം അംഗങ്ങളുടെ SNDPയിൽ ഈ വോട്ടുകളില്ല 30 ലക്ഷത്തോളം അംഗങ്ങളുള്ള SNDPയിൽ എല്ലാ കാലത്തും ജനറൽ സെക്രട്ടറിയായി ഇരിക്കാൻ വേണ്ടി 200 പേർക്ക് ഒരു വോട്ട് എന്ന തരത്തിലൊരു പ്രാതിനിധ്യ വോട്ടിംഗ് സംവിധാനം കൊണ്ടുവരികയും 30 വർഷക്കാലം ജനറൽ സെക്രട്ടറിയായി തുടരുകയും ചെയ്തു. കോടതി വേണ്ടിവന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ മാറ്റാൻ എന്ന് പറയുന്നത്. കേരള ഹൈക്കോടതി ഈ കേസിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ തന്നെയായിരിക്കും SNDPയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കുടുംബ സ്വത്താക്കി SNDP യോഗത്തെ വെള്ളാപ്പള്ളി നടേശൻ മാറ്റി. SNDP ട്രസ്റ്റിൻ്റെ എല്ലാ സ്വത്തുക്കളും അദ്ദേഹം കൈയടക്കി വെച്ചു. അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ നേട്ടമാണ് വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടാക്കിയതെന്ന് എത്രയെത്ര ആരോപണങ്ങൾ വേണം. ഒരു വലിയ സാമ്പത്തിക ക്രമക്കേടാണെന്ന്, ഒരു സമാന്തര സാമ്പത്തിക സംവിധാനം ഉണ്ടാക്കുകയാണ്, വലിയ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഒരു സർക്കാർ പോലും ഇതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ആ വെള്ളാപ്പള്ളി നടേശനെയാണ് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുന്നതിനിടയിൽ പിണറായി വിജയൻ വാഹനത്തിൽ കയറ്റി പമ്പയിലെ അയ്യപ്പ സംഗമത്തിലേക്ക് കൊണ്ടുപോയത്. ഇതൊക്കെ കൊടുത്ത സന്ദേശം എന്ന് പറയുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ വലിയ രാഷ്ട്രീയ തിരിച്ചടി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വിഷയത്തിൽ സർക്കാർ കണ്ണു തുറന്ന് ശക്തമായ നടപടി വെള്ളാപ്പള്ളി നടേശനെതിരെ സ്വീകരിക്കണം എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ തന്ത്രങ്ങൾ, വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ രാഷ്ട്രീയ കൗശലങ്ങൾ അത് തീർച്ചയായും ശക്തമായ നടപടി അർഹിക്കുന്നതാണ്. വലിയ സാമ്പത്തിക തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള ആരോപണങ്ങൾ ശക്തമാണ്. സാധാരണക്കാരായ മനുഷ്യരെയാണ് പറ്റിച്ചിരിക്കുന്നത്, പാവപ്പെട്ട സ്ത്രീകളെ. ഈ KK മഹേശൻ ഉൾപ്പെടെയുള്ളവർ, അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പാണ്. ഈ ആത്മഹത്യക്കുറിപ്പിൽ അദ്ദേഹം പോലീസിനൊക്കെ അയച്ചു കൊടുത്തിട്ടുള്ള ആത്മഹത്യക്കുറിപ്പിൽ അദ്ദേഹം അതിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഇനി അങ്ങേക്ക് എന്നോട് ശത്രുതയുണ്ടാകാൻ വ്യക്തിപരമായ മറ്റൊരു കാരണമുണ്ട്. എൻ്റെ പേരിൽ കണിച്ചുകുളങ്ങര കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് എൻ്റെ പേരിലുള്ള സ്ഥലം പണയപ്പെടുത്തി വായ്പയെടുത്ത് ആ വായ്പാ തുക കൊണ്ട് കള്ള് ഷാപ്പ് നടത്തി അതിൻ്റെ വരുമാനം അങ്ങേക്കും ഷാപ്പ് നടത്തിപ്പുമായി 18 കേസുകൾ എൻ്റെ പേരിലുമുണ്ടായി. 18ഉം കോമ്പൗണ്ട് ചെയ്ത് എന്നാണ് അറിയുന്നത്. കോമ്പൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം കുറ്റം സമ്മതിക്കുകയും അതിന് നിയമം അനുശാസിക്കുന്ന പിഴ ഒടുക്കി വിചാരണ ഒഴിവാക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ കുറ്റവാളിയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവനുമായി മാറി എന്നുള്ളതാണ്. ഇത് ഒന്ന് മാത്രമാണ്. ഇതുപോലെ ഈ മദ്യവ്യവസായവുമായി ബന്ധപ്പെട്ടും ഒട്ടനവധി കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇദ്ദേഹം നേരത്തെ അതുപോലെ തന്നെ മുൻ ADGP ആയിരുന്ന ടോമി തച്ചങ്കരിക്ക് അയച്ച കത്തൊക്കെയുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വിവരങ്ങളില്ലാഞ്ഞിട്ടല്ല, തെളിവുകളില്ലാഞ്ഞിട്ടല്ല, ബോധപൂർവം മറച്ചു വെച്ച് സംരക്ഷിക്കുകയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ. മാധു നേരത്തെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. VM സുധീറിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ വിജയിച്ചിരിക്കും. പക്ഷേ അതിനുശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും വെള്ളാപ്പള്ളി നടേശൻ പരാജയപ്പെടണമെന്ന് ആഗ്രഹിച്ച സ്ഥാനാർത്ഥികൾ കേരളത്തിൽ വിജയിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ വിജയിക്കണമെന്ന് ആഗ്രഹിച്ച സ്ഥാനാർത്ഥികൾ കേരളത്തിൽ തോറ്റിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശനൊന്നും കേരളത്തിൽ SNDPക്കകത്ത് ഇന്ന് വലിയ സ്വാധീനമില്ല. SNDPയിലെ യഥാർത്ഥ പ്രവർത്തകർ, അതായത് ഗുരു എന്താണോ പറഞ്ഞത് അതനുസരിച്ച് SNDP മുന്നോട്ട് പോകണം എന്ന് പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന SNDPയിലെ സാധാരണ പ്രവർത്തകരിൽ ഒരാളുടെ പോലും പിന്തുണ വെള്ളാപ്പള്ളി നടേശനില്ല. അത് തിരിച്ചറിയാൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് എൻ്റെ നിലപാട്. വെള്ളാപ്പള്ളിയെ വിളിപ്പിച്ചതോ എന്നാണ് ചോദ്യം. ഇന്നത്തെ ദിവസം പ്രധാനമാണ്. കാരണം CPMന്റെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളെ വേണ്ടത്ര പ്രതിരോധിച്ചില്ല എന്നുള്ള ഒരു പരാമർശം വന്ന ദിവസം കൂടിയാണ്. ആ പരാമർശം മാത്രമല്ല, വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട ഈ കാറിൽ കയറ്റിയത് വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കുന്ന രൂപത്തിലേക്ക് നേതാക്കൾ പോയത് അതൊക്കെ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചു LDF സർക്കാരിനെ എന്ന വിലയിരുത്തലേക്ക് CPM എത്തിയ ദിവസങ്ങൾ കൂടിയാണ്. ആ സമയത്താണ് വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട അടുത്ത കുറേ കാലമായി എന്താ പറയുക മൂടി വയ്ക്കപ്പെട്ട ഒരു കേസ് അതിൻ്റെ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു പുതിയ സർക്കാർ എന്നുള്ള സൂചനകൾ ഇപ്പോൾ വരുന്നത്. വെള്ളാപ്പള്ളിയെ വിളിപ്പിക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയല്ല, പല കാലങ്ങളിലായി. എല്ലാ കാലത്തും ഭരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ, രാഷ്ട്രീയ ഭരണകൂടത്തെ ആ ഭരണകൂടവുമായി ചേർന്ന് നിന്ന് അവരുടെ ഭാഗമായി നിന്നുകൊണ്ട് വെള്ളാപ്പള്ളി ആ തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിൽ മോദിയെയും ഇവിടെ സംസ്ഥാനത്തെ പിണറായി വിജയനെയും ഒരുപോലെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന രൂപത്തിൽ പ്രതികരിക്കുക. നല്ല നേതാവാണ് പിണറായി വിജയൻ, നല്ല മുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്ന പോലെ തന്നെ നല്ല പ്രധാനമന്ത്രിയാണ് മോദി എന്ന് പറയും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അതോടൊപ്പം തന്നെ ഈ BDJS എന്ന പാർട്ടിയുടെ രൂപീകരണം, ആ പാർട്ടി എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശ്യം എന്നുള്ളത്, ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക്
കേരളത്തിലെ വോട്ടിംഗ് ശതമാനം പോകുന്നു എന്നുള്ളൊരു ആശങ്കാജനകമായ കാര്യത്തിലേക്ക് കൂടിയാണ്. BJPക്ക് വോട്ട് ഷെയർ കൂട്ടുന്നതിൽ BDJസിനുള്ള പങ്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ രൂപത്തിൽ ഇവിടെ BJPക്ക് അടിത്തറ പാകിയ നേതാവ് കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോൾ ഈ മഹേഷിൻ്റെ കേസിന് മുന്നേ എത്ര കേസുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? മഹേഷിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയുമ്പോൾ ഇത് ആത്മഹത്യാക്കുറിപ്പ് മരിക്കുന്നതിന് തൊട്ട് മുന്നേ എഴുതി വെച്ച കുറിപ്പായിട്ടല്ല, മരിക്കുന്നതിന് തൊട്ട് മുൻപേ നേതൃത്വത്തിന് വെള്ളാപ്പള്ളിക്ക് അടക്കം അയച്ചിരിക്കുന്ന ഒരു ബണ്ടിൽ ഓഫ് കുറ്റപത്രം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയധികം വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് SNDP യോഗം നീതിരഹിതമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, അതിന് ഞങ്ങളെപ്പോലുള്ള അതായത് ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഭാരവാഹികളെ എങ്ങനെ ദുരുപയോഗം ചെയ്തു എന്ന് വളരെ വ്യക്തമായി പറയുന്ന ഒരു വലിയ സെറ്റ് ഓഫ് കാര്യങ്ങളാണുള്ളത്. അത് അദ്ദേഹം ആരാണ്? ഈ മരിച്ച വ്യക്തി എന്ന് പറയുന്ന മഹേശൻ കണിച്ചുകുളങ്ങര SNDP യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്നു, കണിച്ചുകുളങ്ങര ദേവസ്വം ഖജാൻജി ആയിരുന്നു. അപ്പോൾ സാമ്പത്തികമായി എങ്ങനെയൊക്കെയാണ് ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത്, ആ കുടുംബത്തിലേക്ക് ആ പണം പോകുന്ന രീതി എങ്ങനെയാണെന്നൊക്കെ അദ്ദേഹം വിശദമായി പറയുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ സുനിൽ ചൂണ്ടിക്കാണിച്ച ബിനാമി പേരിൽ കള്ളുഷാപ്പ് തുടങ്ങുക, അതിൻ്റെ ലാഭവിഹിതം എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം പറയുന്നു. പിന്നെ ഒരു ഭാഗത്ത് എങ്ങനെയാണ് ഈ ധൂർത്തും അഴിമതിയും എന്നുള്ളത് ഓരോ ചെറിയ പരിപാടികളിലടക്കം നടന്നിട്ടുള്ള എന്നുള്ള കാര്യം വിശദമായി പറയുന്നുണ്ട്. പിന്നെ പറയുന്ന ഒരു ഭാഗം എന്നുള്ളത് അങ്ങയുടെ വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡിൽ ഞാനന്ന് ഓഫീസിലെ സ്റ്റാഫായിരുന്നു. റെയ്ഡ് തുടങ്ങിയ സമയത്ത് ഇപ്പോൾ പാമ്പനാർ കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന സനൂജ് സാർ അടക്കം 11 പേർ കോളേജ് അപ്പോയിൻമെൻറ്റ് കാര്യവുമായി വന്നു. അവർ കൊണ്ടുവന്ന പണം എണ്ണി തിട്ടപ്പെടുത്തിയത് ഞാനും അശോകനും കൂടിയായിരുന്നു. അതുമായി ഞങ്ങൾ അങ്ങയുടെ ക്യാബിനിലൂടെ കടന്ന് വടക്കേ മതിൽ ചാടി നഴ്സറി സ്കൂൾ റോഡിൽ അശോകൻ്റെ കാറിൽ എത്തിച്ചു കൊടുത്തു. അങ്ങയുടെ വീട്ടിൽ വെച്ച് 2 ദിവസം ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. അതിനുശേഷം ഇൻകം ടാക്സിൻ്റെ എറണാകുളം ഇൻ്റലിജൻസ് ഓഫീസിൽ 3 ദിവസം ചോദ്യം ചെയ്തു. എൻ്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും മൊഴി കൊണ്ട് അങ്ങേക്ക് ദോഷമുണ്ടായോ? അതായത് വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കാൻ താനടക്കമുള്ളവർ എങ്ങനെ പ്രവർത്തിച്ചു, അതായത് ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് നടക്കുമ്പോൾ അപ്പുറത്തുകൂടെ പണം എടുത്തുകൊണ്ട് മതിൽ ചാടി പോയ കഥയാണ് അദ്ദേഹത്തിന് അനുഭവമായി ഇതിൽ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും അധികം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൽ കൂടി ചേർത്ത് വയ്ക്കാവുന്ന ഒരു കാര്യം, വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് നടത്തിയ പ്രസംഗം, അവിടെ സമുദായത്തിന് സ്ഥാപനങ്ങളില്ല, സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടി മുൻ കോൺഗ്രസ് സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ സഹായിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സമുദായ സ്നേഹിയായ, സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവായി സ്വയം അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ ഈ സമുദായാംഗങ്ങളിൽ നിന്നും സമുദായത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് ഒരു ജോലി കിട്ടണമെങ്കിൽ എത്രയാണ് കുഴ കൊടുക്കേണ്ടത്? 40 ലക്ഷം വരെ ഓരോരുത്തരിൽ നിന്ന് മേടിക്കുന്നു എന്നുള്ള വിവരങ്ങൾ അന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ തന്നെ പറയും. അതായത് SNDP യോഗത്തിൻ്റെ ഭാഗമായി നിന്നവർ പിന്നീട് തെറ്റിപ്പിരിഞ്ഞവർ തന്നെ പറയും 40 ലക്ഷം തലയൊന്നിന് 40 ലക്ഷം വരെ പിരിക്കുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം പോകുന്നത് വെള്ളാപ്പള്ളിയുടെ കുടുംബത്തിലേക്കാണ്. വേറെ ഈ പറഞ്ഞ SNDP യോഗത്തിന് ഗുണത്തിനായി ഇതൊന്നും ചെലവഴിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് ഒരു ഉദാഹരണമാണ്. നമുക്ക് കേസുകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ കേസ് മൈക്രോ ഫിനാൻസ് കേസ് പറഞ്ഞത് 2004 അതിനു മുമ്പ് 2002 ഒരു കേസുണ്ട്, ശാശ്വതീകാനന്ദയുടെ മരണം അല്ലേ? അതൊരു പ്രധാനപ്പെട്ട കേസായിരുന്നു. അപ്പോൾ ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റിൻ്റെ മുൻ പ്രസിഡന്റായിരുന്നു സ്വാമി ശാശ്വതീകാനന്ദ. അദ്ദേഹം 2002 കൊല്ലപ്പെടുകയായിരുന്നു. ആ കൊല്ലപ്പെടൽ ഈ ശാശ്വതീകാനന്ദയും ഈ വെള്ളാപ്പള്ളി നടേശനും ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ആയിരുന്നു എന്ന കാരണമാണ് അത് ബിജു രമേശാണ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. അതിൽ ഒരു അന്വേഷണം നടന്നിരുന്നു. പിന്നെ അദ്ദേഹം വെള്ളത്തിൽ മുങ്ങിയല്ലേ മരിച്ചത്, അതിലൊരു അന്വേഷണം നടന്നു. ആ അന്വേഷണം എവിടേക്കും എത്തിയിട്ടില്ല. അതിനുശേഷമാണ് ഈ മൈക്രോ ഫിനാൻസ് കേസ് വരുന്നത്. അതും ഈ പറഞ്ഞ മാതിരി മുന്നോട്ട് പോയി അതിലൊരു അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. ഈ കഴിഞ്ഞ ദിവസം പോലും കോടതിയിൽ ആ കേസ് എത്തുന്നുണ്ട്. അതിന് കുറ്റപത്രം സമർപ്പിക്കേണ്ട സമയമാണ്. അതിൽ 1-2 അല്ല, നിരവധി കേസുകളുണ്ട്. പാവപ്പെട്ട ഈഴവ സ്ത്രീകൾക്ക് അല്ലേ ഒരു സാമ്പത്തികമായി അവർക്ക് ഒരു നേട്ടമുണ്ടാക്കുന്ന രൂപത്തിൽ കൊണ്ടുവന്ന സംഭവമാണ് ഈ മൈക്രോ ഫിനാൻസ്. പക്ഷേ അത് അവർക്ക് നേട്ടമുണ്ടാക്കുന്നതിനപ്പുറം വെള്ളാപ്പള്ളി നേട്ടമുണ്ടാക്കിയെന്നുള്ള കണക്കുകൾ പുറത്തു വരികയായിരുന്നു. അതിലാണ് നിരവധി പരാതികൾ വന്നത്. ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുകയായിരുന്നു. അങ്ങനെ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്ന ഘട്ടത്തിൽ കോടതി തന്നെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. കോടതി ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതിന് കാരണം ആ കേസിൽപ്പെട്ട ആളുടെ പേരിൽ തന്നെ അതിൽ ഉണ്ട് എന്നാണ്. ആ പേര് വെള്ളാപ്പള്ളി നടേശൻ എന്ന പേരാണ്. അതുകൊണ്ടാണ് കാര്യങ്ങൾ വൈകുന്നതെന്ന് കോടതി തന്നെ പറഞ്ഞു എന്നുള്ളതാണ്. ഇനി വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയെ എത്ര വർഷമായി ഒരാൾ തുടരുന്നു? കഴിഞ്ഞ 30 വർഷമായി ഒരാൾ തന്നെ ആ സീറ്റിലിരിക്കുകയാണ്. അവിടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നില്ല, തിരഞ്ഞെടുപ്പ് നടത്താൻ അനുവദിക്കുന്നില്ല. അവിടെ ഈ 30 വർഷം ഒരാൾ അതിൻ്റെ ബൈലോ പ്രകാരം ഇങ്ങനെയൊന്നുമല്ല അതിൻ്റെ ചട്ടങ്ങൾ. അതാണ് ഈ CK വിദ്യാസാഗർ മുൻ യോഗം പ്രസിഡന്റ് ഈ ഒരു നിരന്തരമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ പുറത്തു പറയുന്ന ഒരു കാര്യമാണ് തിരഞ്ഞെടുപ്പ് നടക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇത് കോടതിയിലെത്തിയപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്തേണ്ട സമയമായപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കോടതി പറയുകയാണ്. അതായത് വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം, സർക്കാരിനോടാണ് കോടതി പറയുന്നത്. പക്ഷേ അത്
കേട്ടില്ലെന്ന് അടിച്ചുകൊണ്ട് ദിവസങ്ങൾ സർക്കാർ വൈകിച്ചു. കഴിഞ്ഞ പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ അത് വൈകിക്കുന്നു. അത് വൈകിച്ച ശേഷം സ്റ്റേ ആവശ്യവുമായി കോടതിയിലേക്ക് പോകാൻ വെള്ളാപ്പള്ളിക്ക് സമയം കൊടുക്കുന്നു. വെള്ളാപ്പള്ളി കോടതിയിലേക്ക് പോകുന്നു, അതിന് സ്റ്റേ കിട്ടുന്നു. ആ സ്റ്റേയിലാണ് ഇപ്പോൾ അദ്ദേഹം ആ കസേരയിലിരിക്കുന്നത്. ആ കസേരയിലിരുന്നു കൊണ്ട് എന്താണ് വെള്ളാപ്പള്ളി ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത് എന്ന് നമ്മുടെ മുന്നിലുണ്ട്. നമുക്കറിയാം വെള്ളാപ്പള്ളി എപ്പോഴും എടുത്തിരിക്കുന്ന ഒരു വർഗീയ നിലപാടത് മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധമായ നിലപാട് തുടക്കം മുതൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നൌഷാദ് എന്ന ഓട്ടോ ഡ്രൈവറുമായി മരിച്ച സമയത്ത് ആ ഓട്ടോ ഡ്രൈവറുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകിയ ഉമ്മൻചാണ്ടി അതിൽ ആ സമുദായത്തിൽ ജനിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും കിട്ടില്ലല്ലോ എന്ന് മരിക്കുകയാണെങ്കിൽ മുസ്ലിം സമുദായത്തിൽ ജനിച്ചു മരിക്കണം എന്നുള്ള വളരെ ക്രൂരമായ ഒരു പ്രതികരണം അന്ന് വെള്ളാപ്പള്ളി നടത്തുകയായിരുന്നു. അന്ന് കേസെടുത്തിട്ടുണ്ട്. കേസിന്മേൽ അറസ്റ്റും ഉണ്ടായിരുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനുശേഷം വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് അതിശക്തമായ പ്രതികരണം അന്ന് പിണറായി വിജയൻ നടത്തിയിരുന്നു. കേരള തൊഗാഡിയ എന്നൊക്കെ വിളിച്ചിരുന്നു. പക്ഷെ അതേ പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ആ കേസുകൾ ഒന്നും മുന്നോട്ട് പോകാത്ത രീതിയിൽ ഈ 10 വർഷത്തെ കാലയളവിൽ വെള്ളാപ്പള്ളിയെ അദ്ദേഹം എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനത്തിന് അപ്പുറത്തേക്ക് അദ്ദേഹത്തെ വളർത്തുന്നതിൽ പിണറായിക്കുള്ള ഒരു പങ്ക് അത് പ്രത്യേകം തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ശബരിമല യുവതീ പ്രവേശ വിധിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഉണ്ടായപ്പോൾ ഇവിടെ പുരോഗമന നിലപാടുമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് എന്ന് തോന്നിക്കുന്ന ചില കാര്യങ്ങളെങ്കിലും പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒന്നാം പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് അവിടെ ഒരു നവോത്ഥാന സമിതി രൂപീകരിക്കുന്നു. നവോത്ഥാന സമിതിയുടെ തലപ്പത്തേക്ക് വെള്ളാപ്പള്ളി നടേശൻ വരുന്നു. അപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരും ശബരിമലയിലേക്ക് യുവതികൾ പോകില്ല എന്ന പ്രയോഗമാണ് അത് നടത്തുന്ന ആ കസേരയിൽ ഇരുന്നുകൊണ്ട്. അതിനുശേഷം അദ്ദേഹം നടത്തിയ വർഗീയ പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. വർഗീയ പ്രചാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പിന്നെ മലപ്പുറത്ത് പോയി നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിന് ശേഷം വെള്ളാപ്പള്ളിക്ക് നൽകിയ, അതായത് ദീർഘകാലം ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന വെള്ളാപ്പള്ളി ആദരിക്കുന്ന ചടങ്ങിൽ പിണറായി വിജയൻ അന്ന് പോകരുത് എന്ന ചർച്ചകൾ നമ്മൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ആ ചടങ്ങിൽ പോകരുതെന്ന് പിണറായി വിജയൻ പോവുകയും പൊന്നാട അണിയിക്കുകയൊക്കെ ചെയ്ത ആ ദൃശ്യം അത് കേരള മനസ്സിലേക്ക് ഒരു കൃത്യമായ സന്ദേശം നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇവിടെ ഈ പറഞ്ഞ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളിയെ ഔദ്യോഗിക കാറിൽ അദ്ദേഹം കൊണ്ടുവരുന്നു. അതിൽ തെറ്റില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. ഇതൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളായി. ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷം മാത്രമല്ല, ഇവിടുത്തെ മതേതര സമൂഹം അതിനെതിരെ ശക്തമായി പ്രതികരിച്ചതാണ് തിരഞ്ഞെടുപ്പിൽ വിധിയിൽ കണ്ടത് എന്ന് നമ്മൾ കണ്ടതാണ്. ആ സംഭവങ്ങൾ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് തിരിച്ചടിയായി എന്ന വിലയിരുത്തലിലേക്ക് CPM എത്തുന്ന ഒരു ദിവസം കൂടിയാണ് നമ്മൾ കണ്ടത്. ഇതിനിടയ്ക്കാണ് ഈ പുതിയ സർക്കാരിൻ്റെ സമീപനം എന്താ എന്ന ചോദ്യം കൗതുകമായി നിൽക്കുന്നത്. വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രതികരണങ്ങളിൽ ശക്തമായി പ്രതികരിച്ചത് അന്ന് VD സതീശനായിരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്, ഒരു യാഥാർത്ഥ്യം മുന്നിലുണ്ട്. അപ്പോഴും കോൺഗ്രസിലെ എല്ലാ നേതാക്കളും പ്രതികരിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മുടെ തന്നെ നേതാക്കളുമായുള്ള ഇൻ്റർവ്യൂവിൽ അന്ന് പിന്നെ രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് എനിക്ക് കാറിൽ കയറ്റാം എന്നുള്ളതാണ്. അതായത് ഞാൻ അങ്ങനെ എല്ലാവരെയും കയറ്റുന്ന ഒരാളാണ്, എനിക്ക് കയറ്റാം, എനിക്ക് കയറ്റുന്നതിൽ തെറ്റില്ല, ഞാൻ കയറ്റുന്നതിൽ തെറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പിണറായി വിജയൻ അത് വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു. അപ്പോൾ പിണറായി വിജയൻ അങ്ങനെ കയറ്റാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് അന്ന് നമുക്ക് ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയിൽ നിന്നും അന്ന് നമ്മൾ കേട്ടത്. ഇനിയിപ്പോൾ ഈ കേസുകളുമായി മുന്നോട്ട് പോകണമെന്ന് VM സുധീരൻ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് മാത്രമല്ല ആവശ്യപ്പെട്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നതിൽ. ശിവഗിരി മഠത്തിൻ്റെ ഒരു പിന്തുണ കൂടി ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട ഘടകമാകുന്നുണ്ട്. അപ്പോൾ ശിവഗിരി മഠം എടുക്കുന്ന നിലപാട് കൂടി ഇതിൽ പ്രധാനമാകുന്നു. അപ്പോൾ ഈ സമുദായത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന രൂപത്തിലൊരു നെറേറ്റീവ് കൊണ്ടുവരാൻ ഇതിൽ ഈ പറയുന്ന വെള്ളാപ്പള്ളിക്ക് സാധിക്കില്ല. കാരണം ശിവഗിരി മഠം ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. VD സതീശനെ ഈ പറഞ്ഞ SNDP യോഗം സംരക്ഷണ സമിതി പല ഘട്ടങ്ങളിലായി പോയി കണ്ടു. അദ്ദേഹം മുഖ്യമന്ത്രിയായ ശേഷവും കണ്ടു. നിയമപരമായ കാര്യങ്ങളിൽ എല്ലാ പിന്തുണയും ഉറപ്പ് നൽകിയെന്നാണ് പറയുന്നത്. നിയമപരമായ കേസ് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതിനിടയ്ക്കും നമ്മൾ കണ്ട ഒരു കാര്യം, ഈ മതേതര സമൂഹം നൽകിയ 102 എന്ന ഭൂരിപക്ഷത്തിനിടയിലും വെള്ളാപ്പള്ളിയെ കണ്ട് വണങ്ങുന്ന ചിലരെങ്കിലും മന്ത്രിമാരായി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെയും ഈ ജനവിധിയെ എങ്ങനെ അവർ മനസ്സിലാക്കുന്നൊരു ചോദ്യമാണ് ഉയർത്തുന്നത്. ജനവിധി മനസ്സിലാക്കിയ നേതാക്കളും അവിടെയുണ്ട്, അവരാണ് ഭരിക്കുന്നത്, അവരുടെ നേതൃത്വമാണ് ഉള്ളത് എന്നുള്ളതാണ് പ്രതീക്ഷ നൽകുന്നത്. ഇപ്പോൾ ഈ പറയുന്ന മഹേഷിൻ്റെ കുടുംബം 2020 മഹേഷിൻ്റെ ആത്മഹത്യ നടക്കുന്നത്. ആത്മഹത്യയ്ക്ക് ശേഷം അന്വേഷണം ആവശ്യപ്പെട്ട് അന്വേഷണം വൈകിച്ചു. പിന്നീട് കോടതിയിൽ നിന്നാണ് SIT രൂപീകരിക്കണം, പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് പറഞ്ഞത്. ആ പ്രത്യേക അന്വേഷണ സംഘം ഈ പറയുന്ന മഹേഷിൻ്റെ കുടുംബവുമായി ബന്ധപ്പെടുകയോ ഈ പറയുന്ന മഹേഷിൻ്റെതായ പുറത്തു വന്ന കത്തോ തെളിവുകളോ ഒന്നും പരിശോധിക്കുകയോ ഉണ്ടായിട്ടില്ല. ഒരു തരത്തിലും അന്വേഷണത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കുടുംബവും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. അവരും പ്രതീക്ഷയിലാണ്. വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട ഒരു ശക്തമായ തീരുമാനം ഉണ്ടാകണമെങ്കിൽ അതൊരു രാഷ്ട്രീയ തീരുമാനമായിരിക്കണം. കാരണം എല്ലാ തരത്തിലും സ്വാധീനം ചെലുത്താൻ കഴിവുള്ള അത്രയും ശക്തനായ ഒരു നേതാവാണ്.
ഇവിടെ മുറുക്കുകയാണെങ്കിൽ അപ്പുറത്ത് പറഞ്ഞ കേന്ദ്രത്തിൽ നിന്നും അല്ലേ അവിടെ നിന്നും ഒരു സ്വാധീനം ചെലുത്താൻ ശ്രമങ്ങൾ നടക്കും, ഉറപ്പായിട്ടും അത് ഉണ്ടാകും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വെള്ളാപ്പള്ളി നടത്തുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് ഒരു അന്വേഷണത്തിലേക്ക് പോകാൻ സാധിക്കുമോ? ഈ പറയുന്ന ഈ ആരോപണം ഉന്നയിച്ച കേസുകൾ നൽകിയവർക്ക് നീതി കിട്ടുമോ എന്നുള്ള ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. ആ ചോദ്യം നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ്. സർക്കാർ സുധീരം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. മധു, VS, VM ഈ രണ്ടു ആളുകളാണ് കൃത്യമായി ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ആരാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ അത്ഭുതം. എങ്ങനെയാണ് ഒരു നിയമ സംവിധാനത്തെ ഇത്രയും കാലം നോക്കുകുത്തിയാക്കി നിർത്താനും ഇത്രയും കാലം പരിഹാസ്യമാം വിധം നിസ്സഹായമാക്കാനും ഒരു സാമുദായിക പ്രസ്ഥാനത്തിൻ്റെ നേതാവിന് കഴിയുന്നത് എന്നുള്ളത് നമ്മളെ എല്ലാവരെയും, അതായത് നീതിയിൽ വിശ്വസിക്കുന്ന മനുഷ്യരെ ആകമാനം ഒരു വലിയ ചോദ്യചിഹ്നത്തിലാക്കുന്ന, വലിയ ആകുലതയിലാക്കുന്ന ഒരു കാര്യമാണ്. 140 കേസുകളുണ്ട് മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനെതിരെ. അതിനൊപ്പം ഈ KK മഹേഷിന്റെ ആത്മഹത്യാ പ്രേരണ കേസുമുണ്ട്. അതിനാണ് ഇപ്പോൾ പുതുതായി ജീവൻ വെച്ചിരിക്കുന്നത്. നോക്കൂ, സ്വാശ്രയ സ്ഥാപനങ്ങൾ സഹകരണ സംഘങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പിന്നാക്ക ക്ഷേമ വികസന ബോർഡിൽ നിന്ന് 2%, നേരത്തെ സുനിൽ സാർ പറഞ്ഞതുപോലെ 2% വലിയ തുക, ഏതാണ്ട് 15 കോടിയോളം, ഈ 2003 മുതൽ 2015 വരെ 15 കോടിയോളം രൂപ കൈപ്പറ്റുന്നു. ഇത് കൊടുക്കുന്ന പലിശ നിരക്ക് എത്രയാണ്? 12 മുതൽ 15 വരെ. ശ്രീനാരായണീയ പ്രസ്ഥാനമാണെന്ന് ആലോചിക്കണം. കഴുത്തറക്കുന്ന പലിശയാണ്. വേണമെങ്കിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിക്ക് ഓപ്പറേഷൻ കുബേരയുടെ കൂടെ ഇതും പെടുത്താമായിരുന്നു. കാരണം ആ നിലയ്ക്കുള്ള പലിശയ്ക്കാണ്. എന്തിനു വേണ്ടിയുള്ള പണം? പിന്നാക്ക വികസനത്തിന് വേണ്ടിയിട്ടുള്ളത്. അത് എങ്ങനെയാണ് ആ സംവിധാനത്തിന് കിട്ടുന്നത്? അത് അവിടുത്തെ ഈ പറയുന്ന ഓരോ സാമുദായിക അംഗങ്ങൾക്കും അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി ഏറ്റവും കുറഞ്ഞ പലിശയ്ക്ക് കിട്ടുന്ന പണം. അത് കൊള്ളപ്പലിശയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നാടിൻ്റെ ഈ പിന്നാക്ക വിഭാഗത്തിലുള്ള മനുഷ്യരോടുള്ള കരുതലിനെ പലിശയ്ക്ക് വിൽക്കുക എന്ന് പറയുന്നതിന് തുല്യമാണ്. അതങ്ങനെ ഇതുപോലെ വിതരണം ചെയ്യാനും അത് പലിശയ്ക്ക് കൊടുക്കാനുമുള്ള എന്ത് അധികാരമാണ് അദ്ദേഹത്തിൽ നിക്ഷിപ്തമാകുന്നത്? അവിടെയാണ് ഈ ക്രിമിനൽ പ്രവണത ആദ്യം തുടങ്ങുന്നത് എന്നതാണ്. ആ ഉയർന്ന പലിശയ്ക്ക് വിതരണം ചെയ്തിട്ട് എപ്പോഴാണ് ഈ കാര്യം പുറത്തറിയുന്നത്? ഇതിൽ പെടുന്ന 500ഓളം പേർക്ക് റവന്യൂ റിക്കവറി നടപടികൾ നേരിടേണ്ടി വരികയാണ്. ആ സമയത്താണ് വലിയ പരാതികൾ ഉണ്ടാകുന്നതും VS അച്യുതാനന്ദൻ അതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി പോവുകയും ചെയ്യുന്നത്. VS അച്യുതാനന്ദൻ ഒക്ടോബർ 13-ാം തീയതി ആദ്യം ഒരു പരാതി കൊടുക്കുന്നുണ്ട്. ആ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അതിനുശേഷം VS അച്യുതാനന്ദൻ 2ാമത് പരാതി കൊടുക്കുകയും ഞാൻ കോടതിയിൽ പോകും എന്ന് പറയുകയും ചെയ്തതിൻ്റെ പിന്നാലെയാണ് അന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങുന്നത്. അതിനുശേഷം ഈ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം ആരംഭിക്കുകയാണ്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ഒരു കുറ്റപത്രം പോലും കോടതിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ CK വിദ്യാസാഗർ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ക്രിമിനൽ കുറ്റപത്രം കോടതിയിലേക്ക് വരികയാണെങ്കിൽ അതായത് സാങ്കേതികമായി SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന പദവിയിൽ നിന്ന് അദ്ദേഹം നിഷ്കാസിതനാകും. ഒരു ക്രിമിനൽ കുറ്റപത്രം അദ്ദേഹത്തിന്റെ പേരിൽ വരികയാണ് എങ്കിൽ അദ്ദേഹത്തിന് പിന്നീട് നടപടിയൊന്നുമില്ല. അതായത് ഇപ്പം നമ്മൾ ഈ ജനപ്രതിനിധികളുടെ കാര്യത്തിൽ പറയുമല്ലോ, ഇത്ര വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അയോഗ്യനാക്കപ്പെടുമെന്ന്. ആ നിലയിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്ന് അദ്ദേഹം സാങ്കേതികമായി അയോഗ്യനാക്കപ്പെടും. അതുണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വാധീനത്തിന് ഈ സമൂഹവും അതിന്റെ നിയമ സംവിധാനവും കൊടുത്ത വില എന്താണ് എന്നതിന് നമുക്ക് വേറൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്നതാണ്. ഒരു കുറ്റപത്രം പോലും, ഇത്രയധികം ഈ സാമ്പത്തിക തട്ടിപ്പ് കേസുകളും ഒരാത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള കേസുകളും ഉണ്ടായിട്ട് ഒരൊറ്റ കുറ്റപത്രം അദ്ദേഹത്തിന് നേരെ വരാതിരുന്നതാണ് നേരത്തെ CK വിദ്യാസാഗർ അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ച ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത്. ഈ സംസ്ഥാനത്തെ നിയമവ്യവസ്ഥയെ, ഈ സംസ്ഥാനത്തെ വിജിലൻസ് അന്വേഷണത്തെ, ഈ സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തെ മുഴുവനും പരിഹാസ്യമാം വിധം നിസ്സഹായരാക്കിക്കൊണ്ടാണ് ആ ഉന്നത സ്വാധീനം പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട് നമുക്ക് ഈ ഘട്ടത്തിൽ. ഇനി നോക്കൂ, 2016 മുതൽ ഈ 2024 10 വർഷം പൂർത്തിയാക്കി മെയ് 20-ാം തീയതി ഹൈക്കോടതി പറഞ്ഞത് എന്താണ്? ഹൈക്കോടതി പറഞ്ഞത് ഈ കേസ് ഇങ്ങനെയാകാനുള്ള കാരണം ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്തുകൊണ്ടാ? അതിന്റെ പ്രതിസ്ഥാനത്തുള്ള ആളുടെ പേരെന്താണ് എന്ന് നോക്കിയാൽ മതി. അതായത് വെള്ളാപ്പള്ളി നടേശനാണ് ആ കേസിലെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുടെ പേര് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ കേസ് ഇത്രയും കാലം അന്വേഷണം എവിടെ എത്താതെയും കുറ്റപത്രം സമർപ്പിക്കപ്പെടാതെയും പോയത്. ബദറുദ്ദീൻ എന്ന് പറഞ്ഞത് ഈ കേസ് ഏൽപ്പിച്ച 2 പേർ, ശശിധരൻ,
അദ്ദേഹമാണ് അന്വേഷണം ഇപ്പോൾ നയിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ 2 കേസുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. രണ്ടും എവിടെ എത്തില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അന്വേഷണത്തെയും SITയുടെ അന്വേഷണത്തെയും ആ കേസ് ഏൽപ്പിച്ച ദേവസ്വം ഡിവിഷൻ ബെഞ്ച്, ഒന്ന് ശബരിമല കേസ്, സ്വർണ്ണക്കൊള്ള കേസാണ്, വലിയ വിശ്വാസത്തോടു കൂടി കാണുന്നത്. പക്ഷെ എപ്പോഴൊക്കെ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിലേക്ക് അതിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ടോ അപ്പോഴൊക്കെ നിശീതമായ വിമർശനമാണ്. ഇനി ആ താല്പര്യം കൊണ്ടാണോ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. ആ നിലയ്ക്ക് അതിനെ വായിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. പക്ഷേ നിശിതമായ വിമർശനം 20-ാം തീയതി. പക്ഷെ ഈ കേസിൽ പൂർണ്ണാധികാരമുള്ള കോടതിയാണ്. അപ്പോൾ ആ കോടതി പറയുകയാണ്, മെയ് 20-ാം തീയതി പറയുകയാണ് എന്തുകൊണ്ടാണ് ഈ കേസ് എവിടെയും എത്താത്തത് എന്ന ചോദ്യത്തിന് ഉത്തരമായി അത് വെള്ളാപ്പള്ളി നടേശന്റെ പേരിലുള്ള കേസ് ആയതുകൊണ്ടാണ് എന്നുള്ളത്. VS ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അഴിമതി കുറ്റത്തിന് തൂക്കുകയറൊന്നുമില്ല നടേശ, പകരം ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളതാണ്. സാമുദായികമായോ രാഷ്ട്രീയമായോ സാമ്പത്തികമായോ VS ഉയർത്തിയ വെല്ലുവിളികളിൽ മാത്രമാണ് അദ്ദേഹം പതറിപ്പോയിട്ടുള്ളത്. നേരത്തെ VM സുധീരനുമായി ബന്ധപ്പെട്ട കാര്യം സുനിൽ സാർ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നുമില്ല. അങ്ങനെ തനിക്കെതിരെ നിൽക്കുന്ന ആളുകളെ തോൽപ്പിച്ച് കളയാനും ഇല്ലാതാക്കാനും തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടാനും കഴിയുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉള്ളപ്പോഴും തൊട്ടു നോക്കാതെ ഒരു നിയമ സംവിധാനത്തിനും തൊടാൻ കഴിയാത്ത തരത്തിൽ വലിയ പ്രതിരോധവും ഒക്കെ അദ്ദേഹത്തിനുണ്ട് എങ്കിൽ അത് എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയാത്തതാണ്. ഇപ്പം നമുക്കറിയാം കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ കേസ് ആത്മഹത്യാ പ്രേരണയാണ് അല്ലേ. PP ദിവ്യ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നാളത്തെ നേതാക്കളിൽ ഒരാൾ എന്ന് ആ പാർട്ടി തന്നെ നോക്കിക്കണ്ട നേതാവാണ്. ഒരു ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരുന്നോ? ഇല്ല. 32 പേജുണ്ട് ഈ ആത്മഹത്യാക്കുറിപ്പിന്. ഇത് പോരാഞ്ഞിട്ട് ടോമിൻ ജെ തച്ചങ്കരിക്ക് എഴുതിയ കത്തുണ്ട്. അതും പോരാഞ്ഞിട്ട് അദ്ദേഹം മരിക്കുന്ന സമയത്ത് ആ മേശപ്പുറത്തിന്റെ ഒരു മൂലയിൽ എഴുതി വെച്ചിരിക്കുന്ന ആത്മഹത്യാക്കുറിപ്പുണ്ട്. അതിലാണ് ഞാൻ എൻ്റെ ജീവിതം ഇവരാൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഹോമിക്കുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ എണ്ണം പറഞ്ഞ പേജുകൾ നീളുന്ന ആത്മഹത്യാക്കുറിപ്പുകളിൽ കൃത്യമായി പേരുണ്ടായിട്ടും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടില്ല എന്നൊരു ചോദ്യം എത്ര ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയും? അതിനുശേഷം അദ്ദേഹം നോക്കിയപ്പം വെള്ളാപ്പള്ളി നടേശനല്ല മറ്റൊരാളായിരുന്നുവെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമായിരുന്നു? അപ്പോൾ അങ്ങനെയുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ട ഇടത്താണ് ഇപ്പോഴും സർവ്വപ്രതാപിയായി വാഴുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ സിസ്റ്റത്തിൽ, ഈ കംപ്ലീറ്റ് സിസ്റ്റത്തിലുള്ള ഒരു വലിയ അവിശ്വാസ്യതയായി നിൽക്കേണ്ടി വരുന്നത്. പിന്നെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിരന്തരമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. VM സുധീരന്റെ കാര്യത്തിൽ ഒരുപക്ഷെ അന്ന് അദ്ദേഹം ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അദ്ദേഹത്തിന് ഒരുപക്ഷെ വില കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അത് കാലത്തിന്റെ കാവ്യനീതിയായിരിക്കും എന്നുകൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്ന സാമുദായിക കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ VS പറഞ്ഞിട്ടുണ്ട് കണക്ക് വെക്ക് നടേശ എന്ന്. ആ നിലയ്ക്ക് അദ്ദേഹത്തെ പ്രതിരോധിക്കാനും VSന് എല്ലാ കാലത്തും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മാത്രമല്ല 2022 നവംബർ 21 മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റമുണ്ടായി. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റരുതെന്ന് ഇവിടെ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇവിടെ നിലനിൽക്കുന്ന സമയത്ത് അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് ഒരു സർക്കാർ സംവിധാനം സ്ഥലം മാറ്റുക? കോടതി ഇടപെട്ടതിനെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം അത് പിൻവലിക്കേണ്ടി വന്നു. ഞങ്ങൾ ഓർത്തില്ല എന്നാണെന്ന് കോടതിയിൽ പോയി പറഞ്ഞത്. എന്തൊരു നാണം കെട്ട സംവിധാനമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും പ്രമാദമായ ഒരു കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റരുത് എന്ന് കോടതി നിർദ്ദേശമിരിക്കെ സ്ഥലം മാറ്റുകയും കോടതി അതിൽ ഇടപെടുകയും ചെയ്തിട്ട് അതിനുശേഷം അവിടെ പോയി അയ്യോ പോറ്റി പറയേണ്ടി വരുന്ന സാഹചര്യം ഒരു സംവിധാനത്തിന് ഉണ്ടായി എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി നേരത്തെ സുനിൽ സാർ വായിച്ച കേസുണ്ടല്ലോ, കള്ളുഷാപ്പ് തുടങ്ങി അതിന്റെ ലാഭം മുഴുവൻ എടുക്കുകയും അതിന്റെ കേസ് മുഴുവനും മദ്യം വിഷമാണ്, അത് വാങ്ങരുത്, വിൽക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞ ഗുരുവിനേക്കാൾ വലിയ ഗുരുഭക്തനാണ് എന്ന് പറഞ്ഞു നടക്കുകയും കുമാരനാശനേക്കാൾ വലിയ നവോത്ഥാന സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് രാഷ്ട്രീയ നേതൃത്വം പുകൾ പറയുകയും ചെയ്ത ആളെക്കുറിച്ചുള്ള ആത്മഹത്യാക്കുറിപ്പിലെ വരികളാണ് നേരത്തെ സുനിൽ സാറ് വായിക്കുകയും ചെയ്തത്. കള്ള് കച്ചവടം നടത്തി അതിന്റെ ലാഭം എടുക്കുകയും അതിലൊരു മനുഷ്യനെ മുഴുവൻ കേസുകളിൽ ഇരയാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈഴവ സമുദായത്തിന്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങളും വെള്ളാപ്പള്ളി നടേശന്റെ തിട്ടൂരങ്ങളും തമ്മിൽ ഈ കേരളത്തിൽ ഒരു ബന്ധവുമില്ല. 10-28% വരും കേരളത്തിലെ ഈഴവ സമുദായം എന്ന് പറയുന്നത്. അവരുടെ രാഷ്ട്രീയ ഇച്ഛ വെള്ളാപ്പള്ളി പറയുന്നിടത്താണെങ്കിൽ വെള്ളാപ്പള്ളി പറയുന്നിടത്ത് ഒപ്പുവെച്ച് വോട്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള ഫലം ഇവിടെ ഉണ്ടായത്. അങ്ങനെയല്ല. ആ സമുദായം ആ നിലയ്ക്ക് ഏതെങ്കിലും ഒരാളുടെ തിട്ടൂരത്തിനനുസരിച്ച് വോട്ട് ചെയ്യുന്നൊരു പ്രസ്ഥാനമല്ല. അങ്ങനെ കണ്ടു പനിച്ചിട്ടാണ് ഈ തരത്തിലുള്ള കുടചൂടി കൊടുക്കലെങ്കിൽ അത് വെറുതെ ആയിരുന്നു എന്ന് തെളിയിച്ചൊരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്ന് പറയുന്നു. അപ്പോൾ ഈ കുറ്റപത്രം കൊടുക്കാത്തതിനടക്കമുള്ള കാര്യങ്ങളിൽ എന്തു ന്യായീകരണമാണുള്ളത് എന്ന് ഈ കേരള സമൂഹത്തോടൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഈ തിരുത്തലിന്റെ കാലമാണല്ലോ. അതെ, വെള്ളാപ്പള്ളിയെ വെളുപ്പിച്ചതോ എന്നായിരുന്നു ചോദ്യം. 3 പേരും യെസ് എന്നാണ് അഭിപ്രായപ്പെട്ടത്. Meet the editors.